ആർ.എം.പി. നേതാവ് കെ.എസ്. ഹരിഹരന്റെ ലൈംഗിക അധിക്ഷേപ പ്രസംഗം സജീവ ചർച്ചയാക്കാൻ CPM. ഹരിഹരന്റെ പരാമർശത്തെ തള്ളി കോൺഗ്രസും ആർ.എം.പിയും രംഗത്ത് വന്നെങ്കിലും നിയമ നടപടികളിലേക്ക് കടന്നിരിക്കുകയാണ് CPM. അതേസമയം കഴിഞ്ഞ ദിവസം ഹരിഹരന്റെ വീടിന് നേരെ ഒരു സംഘം ബോംബെറിഞ്ഞത് സ്ഥിതി കൂടുതൽ സങ്കീർണമാക്കിയിരിക്കുകയാണ്. ഇവരുമായി ആനന്ദ് പുതൂർ ചേരുകയാണ്. ആനന്ദ്, ഏറ്റവും ഒടുവിൽ ഹരിഹരനെതിരെ പോലീസ് കേസെടുത്തിരിക്കുകയാണ്. ഒപ്പം ഇതൊക്കെയും രാഷ്ട്രീയ ആയുധമായി മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണോ CPM-ന്റെയും DYFIയുടെ അടക്കം തീരുമാനവും? തീർച്ചയായും KP, ഈ വടകര തെരഞ്ഞെടുപ്പ് കാലത്ത് വാർത്തകളിൽ എങ്ങനെയാണോ ഇടം പിടിച്ചിരുന്നത് അതിന് സമാനമായി വീണ്ടും ഇപ്പോൾ വാർത്തകളിൽ ഇടം പിടിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണുള്ളത്. വടകര തെരഞ്ഞെടുപ്പ് രംഗം തന്നെ കലുഷിതമായ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇടത് വലത് മുന്നണികൾ പരസ്പരം വർഗീയ പ്രചാരണങ്ങൾ നടത്തിക്കൊണ്ട് തന്നെ ആരോപണ പ്രത്യാരോപണങ്ങളുമായി തന്നെ തെരഞ്ഞെടുപ്പ് രംഗത്തെ അത്രമേൽ കലുഷിതമാകുന്ന ഒരു സാഹചര്യമായിരുന്നു വടകരയിൽ. എന്നാൽ ഇപ്പോഴും അതിൻ്റെ തുടർച്ച സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ നമ്മൾ അടുത്തിടെ പുറത്തു വരുന്ന വാർത്തകളിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. നമുക്കറിയാം, ഈ വടകര ആദ്യം തന്നെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുന്നത് പാനൂരിൽ ബോംബ് സ്ഫോടനവുമായി ബന്ധപ്പെട്ടാണ്. ഇപ്പോഴും അത് അവസാനിക്കുകയല്ല, തുടർക്കഥയായി നിൽക്കുന്നത് ഈ ബോംബ് രാഷ്ട്രീയത്തിൻ്റെ ബാക്കി പത്രം എന്നുള്ള തലത്തിൽ നിന്നാണ് ഇപ്പോഴത്തെ സംഭവങ്ങളുടെ തുടക്കം ആരംഭിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഈ പ്രതിപക്ഷ നേതാവ് VD സതീശനടക്കം പങ്കെടുത്ത UDF-ന്റെ ഒരു വിശദീകരണ യോഗത്തിൽ ആർ.എം.പി. നേതാവ് KS ഹരിഹരൻ അത്തരത്തിൽ സ്ത്രീവിരുദ്ധ പരാമർശം, LDF സ്ഥാനാർത്ഥിക്കെതിരെ സ്ത്രീവിരുദ്ധ പരാമർശം അടക്കം നടത്തിയതിൻ്റെ പേരിൽ തന്നെയാണ് ഈ പരാമർശം വിവാദമായതോടെ തന്നെ ഇദ്ദേഹം ഇത് ഫേസ്ബുക്ക് വഴി പോസ്റ്റ് ഇടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതായത് അതിൽ താൻ ഖേദം പ്രകടിപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട്. മാത്രമല്ല, ജില്ലയിലെ കോൺഗ്രസും ആർ.എം.പി. എല്ലാം ഇദ്ദേഹത്തെ തള്ളിക്കൊണ്ട് എന്തായാലും രംഗത്ത് വന്നിരുന്നു. പക്ഷേ CPM ഇത്തരത്തിൽ ഈ ഹരിഹരൻ ഇത്തരത്തിലൊരു ഖേദം പ്രകടിപ്പിച്ചുകൊണ്ടോ പാർട്ടി തള്ളിപ്പറഞ്ഞുകൊണ്ടോ അത് അവസാനിക്കില്ല എന്നൊരു നിലപാടുമായാണ് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. നേരത്തെ DYFIയുടെ നേതൃത്വത്തിൽ DGPക്ക് പരാതി നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ ജനാധിപത്യ മഹിളാ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വടകര പോലീസിലും പരാതി നൽകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ആ തലത്തിൽ ഇതിനെ കൃത്യമായ രാഷ്ട്രീയ ആയുധമായി ഉപയോഗിക്കാൻ തന്നെയാണ് CPM-ന്റെ തീരുമാനം. CPM ഇതിൽ നിയമനടപടികളുമായി മുന്നോട്ട് പോകുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുമെന്നാണ് ഇന്നലെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി P. മോഹനൻ അറിയിച്ചത്. എന്തായാലും കഴിഞ്ഞ ദിവസം വീണ്ടും ഒരു ദാരുണമായ സംഭവം ഉണ്ടായിട്ടുള്ളത് ഈ ഇത്തരത്തിലുള്ള പരാമർശം നടത്തിയ ആർ.എം.പി. നേതാവിൻ്റെ വീട്ടിലേക്ക് ബോംബ് എറിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. രാത്രി ഏകദേശം 8:15 സംഭവം. ഇദ്ദേഹത്തിൻ്റെ വീടിന് നേരെ സ്ഫോടക വസ്തു വരികയായിരുന്നു. ഒരു സംഘം ബൈക്കിലെത്തിക്കൊണ്ടാണ് ഇത്തരത്തിൽ ബോംബ് എറിഞ്ഞത്. ഈ വീടിൻ്റെ മതിലിൽ തട്ടിത്തെറിച്ചതുകൊണ്ട് ആളുകൾക്ക് അപായമില്ല എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. എന്തായാലും ഈ വിഷയത്തിൽ ആർ.എം.പി. മലപ്പുറം SP-ക്ക് പരാതി നൽകിയിട്ടുണ്ട്. അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അതേസമയം തന്നെ ഈ ഹരിഹരൻ്റെ പേരിൽ ഇത്തരത്തിൽ പരാമർശം നടത്തിയ കാര്യത്തിൽ കേസെടുക്കുന്ന ഒരു സാഹചര്യവും ഏകദേശം ഉണ്ടായിട്ടുണ്ട്. എന്തായാലും വടകര വീണ്ടും തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ സജീവ ചർച്ചയായി മാറുന്ന. ഒപ്പം തന്നെ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് 2 ആഴ്ച പിന്നിടുമ്പോഴും വടകര ഇപ്പോഴും വിവാദ വിഷയമായി നിലനിൽക്കുകയാണ്. അവിടുത്തെ ആരോപണ പ്രത്യാരോപണങ്ങൾ ഇത്തരത്തിൽ കൂടുതൽ സങ്കീർണമാകുമ്പോൾ ഒരുപക്ഷെ ഇന്നലെ KK രമ ജനം TV-യോട് പ്രതികരിച്ചതുപോലെ തന്നെ വളരെ ഭയപ്പെടുത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് കൂടി കാര്യങ്ങൾ പോവുകയാണ്. കാരണം പ്രത്യക്ഷത്തിൽ തന്നെ ഭീഷണിയുമായി CPM കോഴിക്കോട് ജില്ലാ സെക്രട്ടറി രംഗത്ത് വരുന്നു. ഒരു ഖേദപ്രകടനത്തിലൂടെ ഇത്തരം ഒരു വിഷയം ഒതുങ്ങില്ല എന്ന് അദ്ദേഹം പറയുന്നു. നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നും അദ്ദേഹം പറയുമ്പോൾ കൃത്യമായ താക്കീതിന് ആരംഭിക്കും ഹരിഹരനും അദ്ദേഹം നൽകുന്നുണ്ട് എന്നതാണ് ശ്രദ്ധേയം. ഒപ്പം DYFI നേതാക്കൾ പരസ്യമായി KS ഹരിഹരനെ വെല്ലുവിളിച്ചുകൊണ്ട് രംഗത്ത് വരുന്നു. ഇതിന് പിന്നാലെയാണ് ഇന്നലെ ബോംബാക്രമണമടക്കം ഉണ്ടായത്. അതായത് കലുഷിതമാകുന്ന ഒരു രാഷ്ട്രീയത്തിലേക്ക് വടകരയടക്കം വീണ്ടും പോകുന്നു എന്ന് വിലയിരുത്തേണ്ട ഒരു സാഹചര്യം കൂടിയാണ് നിലവിലല്ലേ? തീർച്ചയായും KP, ഈ സംഭവ വികാസങ്ങൾ സൂചിപ്പിക്കുന്നതും അത് തന്നെയാണ്. മലബാറിന്റെ രാഷ്ട്രീയം വീണ്ടും കലുഷിതമാവുന്നു. അന്തരീക്ഷം വീണ്ടും ഈ ബോംബ് കൊണ്ട് നിറയുന്ന ഒരു കാഴ്ചകൾ തന്നെയാണ് നമ്മൾ കാണാൻ വേണ്ടി സാധിക്കുന്നത്. നേരത്തെ KP സൂചിപ്പിച്ച പോലെ തന്നെ CPM എന്തായാലും ഈ വിഷയത്തെ രാഷ്ട്രീയമായിട്ടുള്ള ആയുധമായി എടുക്കാൻ തന്നെയാണ് ഉപയോഗിച്ചത്. കാരണം ഈ വർഗീയ പരാമർശങ്ങളുടെ പേരിൽ CPM അത്തരത്തിൽ പഴികൾ ഒരുപാട് കേട്ടിരുന്നു. ഇപ്പോൾ കൃത്യമായി വീട് കിട്ടിയ ഈ കാര്യത്തെ UDF-ന്റെ ഭാഗത്തുനിന്നുണ്ടായ അല്ലെങ്കിൽ ആർ.എം.പി.യുടെ ഭാഗത്തുനിന്നുണ്ടായ ഒരു കാര്യത്തെ കൃത്യമായ രാഷ്ട്രീയ ആയുധമായി ഉപയോഗിച്ചുകൊണ്ട് ഈ വലതുപക്ഷത്തെ കടന്നാക്രമിക്കാനുള്ള ഒരു തീരുമാനത്തിൽ തന്നെയാണ് എന്തായാലും CPM എത്തിച്ചേർന്നിരിക്കുന്നത്. അതിനെ നിയമപരമായി നേരിടുമെന്ന് തന്നെയാണ് P. മോഹനൻ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത്. ഈ CPM-ന്റെ ബഹുജന സംഘടനകളും പോഷക സംഘടനകളും എല്ലാം അത്തരത്തിൽ നിയമ പോരാട്ടങ്ങളുമായി മുന്നോട്ട് പോകാനുള്ള ഒരു സാധ്യതയാണ്. ഈ വരും ദിവസങ്ങളിൽ ഇത്തരത്തിൽ ഇതുമായി ബന്ധപ്പെട്ട വിശദീകരണ യോഗങ്ങളും നടത്തുമെന്ന് തന്നെയാണ് CPM അറിയിക്കുന്നത്. എന്തായാലും CPM ജില്ലാ സെക്രട്ടറി ഇന്നലെ ആത്മവിശ്വാസത്തോടുകൂടി പറഞ്ഞത് വടകരയിലും വലിയ ഭൂരിപക്ഷത്തിൽ തങ്ങൾ ജയിക്കുമെന്ന് തന്നെയാണ്. ഇത് തന്നെയാണ് UDF-ന്റെ സ്ഥാനാർത്ഥി അടക്കമുള്ള നേതാക്കളും പറയുന്നത്. വടകരയിൽ UDF എന്തായാലും ബഹുഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്ന്. എന്തായാലും ഈ ജൂൺ 4 വരെ നമ്മൾ കാത്തിരിക്കേണ്ട ഒരു കാഴ്ച തന്നെയാണുള്ളത്. ആരാണ് ജയിക്കുന്നത്? ഈ 3 ശക്തമായ മുന്നണികളും ത്രികോണ മത്സരം നടന്ന ഒരു മണ്ഡലത്തിൽ ആര് ജയിക്കുമെന്നുള്ള തീർച്ചയായും ജൂൺ 4 വരെ കാത്തിരിക്കേണ്ട ഒരു സാഹചര്യമാണ്. എന്തായാലും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 3 ആഴ്ചകൾക്ക് ശേഷവും ഈ വടകര വാർത്തകളിൽ ഇടം പിടിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് KP കാണാൻ വേണ്ടി സാധിക്കുന്നത്. കോഴിക്കോട് നിന്നും ആനന്ദ് പുതൂരാണ് വിവരങ്ങൾ നൽകിയത്.